നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ നമുക്ക് പണിഷ്മെന്റ് തരുമ്പോൾ എനിക്ക് പിന്നെ സ്കൂളിൽ പോകാൻ ഒരു പേടി, സിസ്റ്ററിനെ പേടി, പിന്നെ മറ്റു കുട്ടികൾ എന്നെ കളിയാക്കോ, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെ. കുട്ടിക്കാലത്തുണ്ടായ പല അനുഭവങ്ങളും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ചില മോശ അനുഭവങ്ങൾ അല്ലെങ്കിൽ ചില വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞെടുക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ അന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. ഒരു പക്ഷെ എന്റെ ഭാവിയെ വരെ ബാധിക്കാവുന്ന ഒരു കാര്യമായിരുന്നു അത്. ഇന്നത്തെ പല വാർത്തകൾ കാണുമ്പോഴും അതുപോലെ കുഞ്ഞു കുട്ടികൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോഴും ഈ ഒരു സ്റ്റോറി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ട് പറയാണ്. കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം, ഇത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയിൽ വേണം നിങ്ങൾ ഈ ഒരു സ്റ്റോറി കേൾക്കാൻ. അപ്പൊ നമുക്ക് കഥ തുടങ്ങാം അല്ലെ. 4ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. എൻ്റെ ചേട്ടനും അതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. പിന്നെ ചേട്ടൻ 7th ആയപ്പോൾ ചേട്ടന് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് മാറ്റി. ചേട്ടനെ സ്കൂൾ മാറ്റിയപ്പോൾ പിന്നെ എനിക്ക് ആ സ്കൂളിലേക്ക് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കും സ്കൂൾ മാറണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാശി പിടിച്ചു. അപ്പൊ പിന്നെ പാരന്റ്സ് എന്ത് ചെയ്തു വെച്ചാൽ എന്നെ കുറച്ചുകൂടി നല്ല ഒരു കോൺവെന്റ് സ്കൂളിലേക്ക് മാറ്റാന്ന് പ്ലാൻ ചെയ്തു. കോൺവെന്റ് സ്കൂളിലേക്ക് മാറ്റിയപ്പം തന്നെ എൻ്റെ പാരന്റ്സ് എന്നെ അമ്മയുടെ വീട്ടിലേക്ക് മാറ്റി. കോൺവെന്റ് സ്കൂളിലേക്ക് പോകാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടി അടുത്താണ്. ഞാനും എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകാനായിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം അവിടെ എൻ്റെ ചെറിയമ്മയുണ്ട്, പിന്നെ അമ്മൂമ്മ മുത്തശ്ശനുണ്ട്, പിന്നെ ചെറിയമ്മയുടെ മോനും ഉണ്ട്. ചെറിയമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും സഹായിച്ചു തരും. പിന്നെ ചെറിയമ്മയുടെ മോനായിട്ട് ഞാൻ നല്ല കൂട്ടാണ്. അത് കാരണം എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ അവിടെ പോയതും. പക്ഷെ സ്കൂൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. നിങ്ങൾക്കറിയാലോ, ഒരു ഗവൺമെന്റ് സ്കൂളും ഒരു കോൺവെന്റ് സ്കൂളാവുമ്പോൾ എന്തോരം ഡിഫറൻസ് ഉണ്ടെന്ന്. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കാര്യങ്ങൾ. അപ്പൊ പുതിയൊരു സ്കൂളിന്റെ അറ്റ്മോസ്ഫിയറും പിന്നെ കൂട്ടുകാരൊക്കെ പിരിഞ്ഞ സങ്കടം, വീട് മാറി നിൽക്കുന്ന വിഷമം, ഇതൊക്കെ എന്നെ മെല്ലെ മെല്ലെ ബാധിക്കാൻ തുടങ്ങി. അതിനൊപ്പം തന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. നിന്നോട് നിന്റെ പാരന്റ്സിന് വലിയ ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ടാണ് അവര് നിന്നെ അമ്മയുടെ വീട്ടിലേക്ക് മാറ്റിയത്. നിന്റെ പാരന്റ്സിന് ചേട്ടനെ ആയിരിക്കും ഇഷ്ടം, അതുകൊണ്ടാണ് അവര് നിന്നെ മാറ്റിയെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്കും അത് ശരിയായിരിക്കോ എന്നൊരു ഫീലിംഗ് വന്നു തുടങ്ങി. ചുമ്മാ വീട്ടില് തമാശക്ക് ഞങ്ങൾ തല്ലുകൂടുമ്പോ ചേട്ടൻ പറയും അമ്മയ്ക്ക് എന്നെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ പറയും അച്ഛന് എന്നെയാണ് ഇഷ്ടം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചുമ്മാ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് വരാതെ ഒരു തമാശ എടുത്തിരുന്ന ഞാൻ പിന്നീട് അത് കേൾക്കുമ്പോ എനിക്കത് ശരിക്കും സത്യമായിരിക്കോ, എന്നോട് ഇഷ്ടം ഉണ്ടായിരിക്കില്ലേ, അതുകൊണ്ടാണോ ചേട്ടനെ നോക്കാൻ, ചേട്ടന്റെ പഠിപ്പ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്നെ അമ്മയുടെ വീട്ടിലേക്ക് മാറ്റിയത്, ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ എനിക്ക് വന്നു തുടങ്ങി. പക്ഷെ ഇതൊന്നും ഞാൻ ആരുടെടുത്തും പറയുന്നില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. ഈ ഒരു വിഷമമൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ആർക്കായാലും ഒരു പുതിയ കോളേജ് അല്ല, പുതിയ സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ ആരുടെടുത്തും പറഞ്ഞില്ല. ആ ഒരു സമയത്താണ് വേറൊരു സംഭവം ഉണ്ടായത്. അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അതിനിടയിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താന്ന് വെച്ചാൽ അതിനിടയിൽ ഞാനിങ്ങനെ നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും അതേപോലെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ ചെറുപ്പത്തിലെ. അപ്പോ ഞാനിങ്ങനെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് കരയായിരുന്നു, എനിക്ക് വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഈ ഒരു സംഭവത്തിന് ശേഷമാണോ അതോ ഇതിനു മുന്നേ കുട്ടികളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണോ എന്ന് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് കരച്ചിലായിരിക്കും. എനിക്ക് വീട്ടിലേക്ക് വരണം, എനിക്ക് അമ്മയെ കാണണം, അച്ഛനെ കാണണം, ചേട്ടനെ കാണണം എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരിക്കും. ഞാനിവിടെ നിന്ന് കരയും, അമ്മ അവിടെ നിന്ന് കരയും, ചേട്ടൻ അവിടെ നിന്ന് കരയും, എല്ലാവർക്കും വിഷമം, അച്ഛനും വിഷമം. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ ദിവസവും അച്ഛൻ്റെ ജോലി കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ട്. പൊറോട്ടയും ചില്ലി ചിക്കനോ പൊറോട്ടയും ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരും. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്നെ കുറെ ആശ്വസിപ്പിക്കും. ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടക്കും, അച്ഛന്റെ കൂടെയാണ് ഞാൻ കിടക്കുക. അതൊക്കെ കഴിഞ്ഞ് രാവിലെ എന്നെ സമാധാനിപ്പിച്ച് ഇന്നും വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തിരിച്ചു പോകും. അങ്ങനെ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അതും എന്താ പറയുക, ഈ ഒരു സംഭവത്തിന് ശേഷമാണോ ഇത് കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആ സംഭവത്തിലേക്ക് വരാം. അപ്പൊ എൻ്റെ 5ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കോൺവെന്റിലെ ഒരു സിസ്റ്റർ ആയിരുന്നു. ആള് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റർ ആയിരുന്നു. ആള് നല്ല സ്ട്രിക്റ്റും ആയിരുന്നു. അത് കാരണം തന്നെ സിസ്റ്ററിനെ എല്ലാവർക്കും നല്ല പേടിയായിരുന്നു, എനിക്കും നല്ല പേടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇതുപോലെ സിസ്റ്ററിന്റെ പീരീഡ് ആയിരുന്നോ എനിക്ക് ഓർമ്മയില്ല, ക്ലാസ്സിൽ വർത്താനം പറയാൻ പാടില്ല, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ആരോ എന്നെ
തോണ്ടിയ വഴിക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയതും സിസ്റ്റർ ക്ലാസ്സിലേക്ക് കയറി വന്നതും ഒരേ സമയത്തായിരുന്നു. അപ്പൊ സിസ്റ്റർ നോക്കുമ്പോ എന്താ, ഞാൻ തിരിഞ്ഞിരുന്ന് വർത്താനം പറയണ പോലെയാണ് സിസ്റ്ററിന് തോന്നിയത്. ആൾക്ക് നല്ല ദേഷ്യം വന്നു, എന്നോട് എണീറ്റിക്കാൻ പറഞ്ഞു, എനിക്ക് അടി തന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് ക്ലാസ്സിൽ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറയണതൊന്നും സിസ്റ്റർ കേട്ടില്ല. ഞാൻ വർത്താനം പറഞ്ഞിട്ടില്ല എന്ന് പറയണതൊന്നും ആള് കേട്ടില്ല. എന്നോട് ക്ലാസ്സിൽ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മുട്ടുകുത്തി നിന്നു. എനിക്കത് ഭയങ്കര വിഷമായി. ഒന്നാമത് നമ്മൾ ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ, നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ നമുക്ക് പണിഷ്മെന്റ് തരുമ്പോ അത് ഇനിയും വിഷമം കൂടുമല്ലോ. അപ്പോ അങ്ങനെ ആ ഒരു ക്ലാസ്, ആ ഒരു പീരീഡ് ഫുള്ളും ഞാൻ മുട്ടുകുത്തി നിന്നു. അത് കഴിഞ്ഞ് അടുത്ത പീരീഡ് ആയപ്പോൾ വേറെ ടീച്ചറായിരുന്നു. ആ ടീച്ചർ പറഞ്ഞു, എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കാൻ പറ്റില്ല, എനിക്ക് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ക്ലാസ്സിന് പുറത്ത് പോയിട്ട് വരാന്തയിൽ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വരാന്തയിൽ മുട്ടുകുത്തി നിൽക്കാൻ തുടങ്ങി. അതെനിക്ക് ഇനിയും വിഷമായി. കാരണം പോകുന്നവരും വരുന്നവരും ഒക്കെ എന്നെ നോക്കാണ്. ചിലവര് കളിയാക്കി ചിരിക്കണു, ചിലവര് സഹതാപത്തോടുകൂടി നോക്കണു. ഇന്റർവെല്ലായി കുട്ടികൾ പോകുമ്പോ എന്നെ നോക്കുന്നുണ്ട്, കളിയാക്കി ചിരിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസമൊന്നും എനിക്ക് ആ ഒരു പേടി കാരണം സ്കൂളിൽ പോകാൻ പറ്റിയില്ല. എനിക്ക് പിന്നെ സ്കൂളിൽ പോകാൻ ഒരു പേടി, സിസ്റ്ററിനെ പേടി, പിന്നെ മറ്റു കുട്ടികൾ എന്നെ കളിയാക്കുവോ. പിന്നീട് എനിക്ക് അസുഖങ്ങളായി, വയറുവേദനയായി, തലവേദനയായി. ശരിക്കും സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. അതാണ് കാരണം. അതിന്റെ റീസൺ ഇതാണ്. പക്ഷെ ഇതൊന്നും ഞാൻ ആരടുത്തും പറയുന്നില്ല, വീട്ടിലൊന്നും പറയുന്നില്ല. അപ്പൊ എല്ലാവരുടെയും വിചാരം എന്താ, എനിക്ക് മടിയാണ് സ്കൂളിൽ പോവാൻ, അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നാ. സ്കൂൾ ബസ്സിലാണ് സ്കൂളിൽ പോവുക. അപ്പോ എന്റെ മുത്തശ്ശനാണ് എന്നെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാനായിട്ട് പോവാറ്. അപ്പോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ സ്കൂൾ ബസ്സിന്റെ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ കരഞ്ഞു തുടങ്ങും. എനിക്ക് സ്കൂളിൽ പോകണ്ട, എനിക്ക് വയ്യ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞു തുടങ്ങും. അപ്പൊ ഇങ്ങനെ ഞാൻ കരയുന്ന കാണുമ്പോൾ മുത്തശ്ശനും എന്നെ വിടാൻ തോന്നില്ല. അപ്പൊ മുത്തശ്ശനും തിരിച്ചു കൊണ്ടുവരും. ആ ഒരു സ്കൂളിൽ പോണ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പോയി കഴിഞ്ഞപ്പോ ഇതുപോലെ എനിക്കിങ്ങനെ വയറുവേദന പറഞ്ഞിട്ട് എന്നൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ ആ ഡോക്ടർ പറഞ്ഞു അമ്മയുടെ അടുത്ത്, ഇവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഇവൾക്ക് വയറുവേദനയൊന്നുമില്ല, എന്താന്ന് വെച്ചാല് ഇവൾക്ക് പക്ഷെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്, അത് നിങ്ങൾ നല്ല നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി ചോദിച്ചാൽ അവള് പറയുമായിരിക്കും, അങ്ങനെ ചോദിച്ചു നോക്കൂന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ ചോദിച്ചു. ആദ്യമൊന്നും ഞാൻ പറഞ്ഞില്ല. അമ്മ കുറേ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായി, കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു, എന്നെ ആർക്കും ഇഷ്ടമല്ല, അച്ഛനമ്മയ്ക്കും ചേട്ടനെ ആയിരിക്കും ഇഷ്ടം, പിന്നെ സിസ്റ്റർ ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞു. അപ്പൊ അമ്മ അതെല്ലാം കേട്ട് എന്നെ ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം അമ്മ എന്ത് ചെയ്തു വെച്ചാല് സിസ്റ്ററിന്റെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. സിസ്റ്റർ അപ്പൊ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അമ്മ എന്നെ കൊണ്ടുവന്നു. അപ്പൊ സ്കൂളിലേക്കാ വരുന്നതെന്ന് പറഞ്ഞില്ല കേട്ടോ. അപ്പൊ സ്കൂൾ എത്താറായപ്പോഴാണ് എനിക്ക് സ്കൂളിലേക്കാണ് വരുന്നതെന്ന് മനസ്സിലായത്. അപ്പൊ ഞാൻ ഭയങ്കര കരച്ചിലായി, എനിക്ക് സ്കൂളിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മ എന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നു. സിസ്റ്ററിന്റെ അടുത്ത് എത്തിയപ്പോ ആളെന്നെ ഒന്ന് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു അമ്മോട് പൊക്കോളാൻ പറഞ്ഞു, ഇവളുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അത് ആള് ആ പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്നെ സിസ്റ്റർ കെയർ ചെയ്ത രീതി വളരെ ഡിഫറെന്റ് ആയിരുന്നു. എനിക്ക് ഇതിനു മുന്നേ പരിചയമുള്ള ഒരു സിസ്റ്ററേ ആയിരുന്നില്ല. സിസ്റ്ററിന് ആ ഒരു ഇൻസിഡന്റ് ആളുടെ സ്വഭാവത്തിലും കുറച്ച് ചേഞ്ചസ് വരുത്തി. ആൾക്കും മനസ്സിലായി എന്ന് വെച്ചാൽ കുട്ടികളുടെ അടുത്ത് ഇത്രയും ഇതാവേണ്ട ആവശ്യമില്ല എന്നൊരു ബോധ്യം ആൾക്കും വന്നു. അപ്പൊ ആള് പിന്നീട് കുറച്ചുകൂടി ഒന്ന് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ അടുത്തൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ അടുത്ത് പ്രത്യേകിച്ചും എന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഇന്റർവെൽ ടൈമിലൊക്കെ ആളിങ്ങനെ സ്റ്റാഫ് റൂമിലൊക്കെ കൊണ്ടുപോകും, എനിക്ക് മിഠായിയൊക്കെ തരും, പിന്നെ മറ്റ് ടീച്ചർമാരോടൊക്കെ പറയും, എൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കെയർ കാരണം തന്നെ എൻ്റെ പേടിയൊക്കെ മാറി, എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമായി തുടങ്ങി. ഇതിന്റെ ഒപ്പം തന്നെ അച്ഛനമ്മ എന്ത് ചെയ്തു വെച്ചാല് എന്നെ അമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതോടുകൂടി ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയി. ഞാൻ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അതേ കോൺവെന്റ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ 5ാം ക്ലാസ് കഴിഞ്ഞെങ്കിലും ബാക്കി വർഷങ്ങളിലും ഈ സിസ്റ്ററിനെ കാണുമ്പോൾ ആൾക്ക് എന്നോട് ആ ഒരു സ്നേഹം, ആ ഒരു കെയർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഓ അന്ന് ഇങ്ങനെ കരഞ്ഞു വിളിച്ച കുട്ടിയാണ്, ഇപ്പോ വലിയ ആളായി പോയി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ തന്നെ വലിയ കാര്യമായിരുന്നു. നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണോ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണോ എന്ന് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. നമ്മൾ ഡയറി എഴുതാനായിട്ട് ആ ഒരു സമയത്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എൻ്റെ അനുഭവങ്ങളൊക്കെ ഇതാണല്ലോ. അപ്പൊ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് ആരും ഇല്ല, എനിക്ക് എവിടേക്കെങ്കിലും പോണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഡയറിയാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്.
അത് പിന്നീട് എന്റെ അമ്മയുടെ കയ്യിൽ കിട്ടി. അമ്മ കുറെ കരഞ്ഞു. അത് കഴിഞ്ഞ് ആ ഒരു ഡയറി അമ്മ കത്തിച്ച് കളയൊക്കെ ചെയ്തു. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കഥ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്ര വലിയ സംഭവമാണോ, ഇത് ഇത്ര വലിയ അനുഭവമാണോ, ഇങ്ങനെയൊക്കെ പലതും തോന്നുമായിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് എന്റെ ആ ഒരു ഏജില് ഇതെനിക്കൊരു വലിയ കാര്യം തന്നെയായിരുന്നു. ഇതിലും വലിയ അനുഭവങ്ങളുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു, എനിക്കറിയാം. ഇപ്പൊ ഞാന് എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. ആ ഒരു സമയത്ത് ഈ ഒരു കാര്യം ആരും ശ്രദ്ധിക്കാണ്ട് വിട്ടുപോയിരുന്നെങ്കിൽ, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എന്റെ സ്വഭാവത്തെ വരെ അത് ബാധിച്ചിട്ടുണ്ടാവും. കാരണം എനിക്ക് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് പേടിയും, അതുപോലെ ഞാൻ ഇത് ആരടുത്തും തുറന്നു പറയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അത് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ഭാവി വരെ അത് ബാധിച്ചിട്ടുണ്ടായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ എനിക്കും അതൊക്കെ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പേരൻസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മുടെ കുഞ്ഞുമക്കള് അവർക്ക് ഇങ്ങനെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വിഷമങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ എനിക്കും 2 മക്കളുണ്ട്. അപ്പോ അവനിങ്ങനെ ചില കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതിനാണോ ഇത്ര കരയുന്നത്, ഇതാണോ ഇത്ര വലിയ കാര്യം, അല്ലെങ്കിൽ ഇത്ര ചെറിയ കാര്യത്തിന് കരയണോ. ഞാനും ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ശരിക്കും നമ്മൾ ചോദിക്കാൻ പാടില്ല. കാരണം അവരുടെ മനസ്സിൽ അതൊരു വലിയ കാര്യമായിരിക്കും. അതുകൊണ്ടാണ് അവര് പറയുന്നത്. അപ്പൊ നമ്മളോട് അടുത്തത് പറയുമ്പോ നമ്മളത് ശരിയായിട്ട് മനസ്സിലാക്കാണ്ടിരുന്നു കഴിഞ്ഞാല് അവർക്ക് എന്താണ്, അവർക്ക് പിന്നെ അത് ആരടുത്തും പറയാണ്ടാവില്ല. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് നന്നായി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതൊക്കെ സാരില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാനും തോന്നും. ആ ഒരുവിധം പ്രശ്നങ്ങളും നമുക്ക് ഇങ്ങനെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നതിൽ കൂടെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളോ ഇതിലും മോശമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. എനിക്ക് അതൊക്കെ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.